Alima, good morning. Sumaya, good morning. Good morning, sir. Good morning, sir. Sahilat, Saeed, good morning. Good morning, sir. Good morning, sir. Yes, good morning. Good morning. Good morning, sir. Okay, Saidu. Okay, Good morning, Aditya. sir. Good morning. Yes, ഏതുവാവേണ് good morning പറയുന്നത്? ഉപ്പും പെന്നും കൊടുത്ത് ഇരുത്തിക്കണം, അല്ലെങ്കിൽ പഠിക്കാൻ വിടില്ല. Very good. അവിടെ പേരെന്താണ്? മറിയം, ഐറിൻ, മറിയം, ഐറിൻ. Irene. Good morning. Hi, sir. Hi. Yes, very good, very good, very good. Yes. അമ്മ മര്യാദക്ക് പഠിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടി എനിക്ക് തോന്നിയിരിക്കുന്നത് അല്ലേ? യെസ്, ഓക്കെ, വെരി ഗുഡ്. നമുക്ക് ആരംഭിക്കാം. പ്രയർ ആരാണ്? I am here. യെസ്, ഓക്കെ. Oh my God, I give it to you. All that I think or say or do, all my work and all my happy study, I will give it to you today. Amen. Yes, then thought of the day. Sir, Yes. How can you continue? so this is a famous quote of APJ Abdul Kalam. Yes. Life and time are the world's best teachers. Life Yes. teaches us to make good use of time, and time teaches us the value of life. Yes, very good, very good, very good. Okay, I know, very good. Yes, then next one. Signing on. Signing on. Illa. Good morning to all. Ina. Good morning to all. Warm welcome to our good sir. He's going to take today's class and also welcome to all the students who gathered here. I think today's class will be very useful to us. Once again, welcome to all of you. Thank you. Yes, very good, very good, very good, very good. Okay, Sheena, very good. Yes. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ കുറച്ച് ബാലൻസ് ഉള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് എടുക്കാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നൗണിനെ കുറിച്ചായിരുന്നു. നൗണിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ അതിൻ്റെ പ്രോപ്പർ നൗൺ എന്താണെന്ന് പറഞ്ഞു, കോമൺ നൗൺ എന്താണെന്ന് പറഞ്ഞു, അബ്സ്ട്രാക്റ്റ് നൗൺ എന്താണെന്ന് പറഞ്ഞു, കളക്റ്റീവ് നൗൺ എന്താണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ജെൻഡറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മൾ മാസ്കുലിൻ ജെൻഡർ എന്താണെന്ന് പറഞ്ഞു, ഫെമിനിൻ ജെൻഡർ എന്താണെന്ന് പറഞ്ഞു, ന്യൂട്രൽ ജെൻഡർ എന്താണെന്ന് പറഞ്ഞു, കോമൺ ജെൻഡർ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ നൗണിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്തത്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വി ആർ ഗോയിങ് ടു ഡിസ്കസ് പ്രോനൗൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോനൗണിനെ കുറിച്ചാണ്. ഇപ്പൊ ഏതാണ്ട് 9 ടൈപ്പ് പ്രോനൗണുകൾ ഉണ്ട്. എല്ലാം നമുക്ക് നോക്കിയില്ലെങ്കിലും 1-2 നമുക്ക് അതിനകത്ത് കറക്റ്റ് ആയിട്ടൊന്ന് നോക്കാനുണ്ട്. യെസ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ വാട്ട് ഈസ് മീൻ ബൈ പ്രോനൗൺ. പ്രോനൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രോനൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ നൗൺ. പ്രോനൗൺ ഈസ് എ നൗൺ ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ. ഒരു നൗണിന് പകരം നിൽക്കുന്ന വേറൊരു വേർഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോനൗൺ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സേതുലക്ഷ്മി വന്നു, സേതുലക്ഷ്മി ഇംഗ്ലീഷ് പഠിച്ചു, സേതുലക്ഷ്മി അത് കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് പോയി. ഇങ്ങനെ എപ്പോഴും സേതുലക്ഷ്മി സേതുലക്ഷ്മി എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആൾക്ക് എന്ത് തോന്നും, താല്പര്യക്കേട് തോന്നും അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രാവശ്യം നമ്മൾ സേതുലക്ഷ്മി എന്ന് പറയും, പിന്നെ നമ്മൾ എന്ത് പറയും, സേതുലക്ഷ്മി വന്നു, അവൾ പഠിച്ചു, പിന്നെ അവൾ എന്ന് പറയും. അപ്പൊ ഈ അവൾ എന്ന് പറയുന്ന വേർഡ് സേതുലക്ഷ്മി എന്ന് പറയുന്ന വേർഡിന് പകരം നിൽക്കുന്നതാണ്. അങ്ങനെ ഒരു നൗണിന് പകരം നിൽക്കുന്ന വാക്കുകളെയാണ് നമ്മൾ പ്രോനൗൺ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് പ്രോനൗൺ ഈസ് എ വേർഡ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ. ഒരു നൗണിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ പ്രോനൗൺ എന്ന് വെച്ചിരിക്കുന്നത്. ഓക്കെ, അത് പിടികിട്ടിയല്ലോ. നമുക്ക് പറയാം
ആൺകുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ആൺകുട്ടികൾ പറയണ്ട, വീണ്ടും നമുക്ക് എന്ത് പറയാം? അവർ എന്ന് പറഞ്ഞാൽ മതി അല്ലെ? എന്ന് പറഞ്ഞാൽ മതി. എലിമ കറക്റ്റ് ആണ്. ദേ എന്ന് പറഞ്ഞാൽ മതി. അവർ കളിക്കുന്നു, അവർ വൈകിട്ട് പിന്നെ അവർ എന്ന് പറഞ്ഞാൽ മതി. യെസ്. അപ്പൊ നമുക്ക് പറയാം ഇങ്ങനെ ആദ്യം പേര് പറയുകയും പിന്നീട് ഐ എന്നോ വി എന്നോ യു എന്നോ ദേ എന്നോ ഒക്കെ ഉപയോഗിക്കുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് പേഴ്സണൽ പ്രോനൗൺ എന്ന് പറയും. പേഴ്സണൽ പ്രോനൗൺ. യെസ്. അതും ജസ്റ്റ് ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. അപ്പൊ വാട്ട് ഈസ് മീൻ ബൈ പ്രോനൗൺ? പ്രോനൗൺ ഈസ് എ വേർഡ് വിച്ച് ഈസ് യൂസ്ഡ് ആസ് എ നൗൺ ഇൻസ്റ്റെഡ്. ഒരു നൗണിന് പകരം നിൽക്കുന്ന വാക്കുകളെയാണ് നമ്മൾ പ്രോനൗൺ എന്ന് പറയും. യെസ്. ഇനി അടുത്ത ഒരു സംഗതി നമുക്ക് മനസ്സിലാക്കേണ്ടത് വാട്ട് ഈസ് മീൻ ബൈ റിഫ്ലക്സീവ് പ്രോനൗൺ. നമ്മൾ സാധാരണഗതിയിൽ വാഹനങ്ങളൊക്കെ യെസ് ആരെങ്കിലും പേജ് നമ്പർ പറഞ്ഞു കൊടുത്തത്? യൂണിറ്റ് നമ്പർ 2. യെസ്, ടൈപ്പ് ചെയ്തിട്ട് കേട്ടോ. പറഞ്ഞോ സീന? 27. 27. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്. ഇനി നമുക്ക് അടുത്തൊരു പ്രോനൗൺ നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് കോൾഡ് റിഫ്ലക്സീവ് പ്രോനൗൺ. നമുക്ക് ആ വാക്കിന് നോക്കാം. റിഫ്ലക്റ്റർ. വാഹനങ്ങളൊക്കെ ഘടിപ്പിക്കുന്ന ഒരു സംഗതിയാണ് റിഫ്ലക്ടർ. റിഫ്ലക്ടറിന്റെ പ്രത്യേകത എന്താണ്? അതിലേക്ക് ഒന്ന് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് റിഫ്ലക്ട് ചെയ്യും അല്ലെ? അതൊന്ന് മിന്നും. യെസ്. അപ്പൊ അത് തന്നെയാണ് മിന്നുന്നത്. അത് തന്നെ. യെസ് എന്ന് പറഞ്ഞതുപോലെ നിങ്ങളെ കുറിച്ച് കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ എന്ന് പറയില്ലേ? അതാണ് റിഫ്ലക്സീവ് പ്രോനൗൺ. നിങ്ങൾ തന്നെ. ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ തന്നെ എന്ന് പറയുമ്പോൾ എന്താണ്? അത് റിഫ്ലക്സീവ് പ്രോനൗണാണ്. യെസ്. അത് തന്നെ, അവൾ തന്നെ എന്ന് പറയുന്നതിനാണ് നമ്മൾ റിഫ്ലക്സീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. 1-2 കാര്യങ്ങൾ ഇതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ. അതിന്റെ റിഫ്ലക്സീവ് പ്രോനൗൺ ആണ് എന്താണ്? മൈസെൽഫ്. ഞാൻ തന്നെ. മൈസെൽഫ്. ഐ എന്നുള്ളതിന്റെ മൈസെൽഫ്. ഓക്കെ. രണ്ടാമത്തെ ഒരു പ്രോനൗൺ ആണ് വി. WE. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ. അപ്പൊ നമുക്ക് ഇത് വേണം, അതിന്റെ റിഫ്ലക്സീവ് പ്രോനൗൺ ഞങ്ങൾ തന്നെ ഇത് വേണം. അപ്പൊ അവിടെ എന്ത് വരും? Ourselves. 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 കേട്ടോ? OURSELVES. Ourselves. ഓക്കെ. ഇനി യു എന്നുള്ളതിന്റെ YOU നിങ്ങൾ എന്നുള്ളതിന്റെ റിഫ്ലക്സീവ് പ്രോനൗൺ ആണ് യുവർസെൽഫ്. യുവർസെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും യുവർസെൽവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശരി തന്നെയാണ്. കാരണം യു എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഒരാളെയും നമുക്ക് നീ എന്ന് വിളിക്കാം. ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിലും നിങ്ങൾ എന്ന് പറയാം. യെസ്. അപ്പോ യു എന്നുള്ളതിന്റെ റിഫ്ലക്സീവ് പ്രോനൗൺ യുവർസെൽഫ്. YOURSELF. യുവർസെൽഫ്. ഇനി അടുത്തത് ഹി. ഹി എന്നുള്ളതിന്റെ റിഫ്ലക്സീവ് പ്രോനൗൺ ആണ് ഹി, അവൻ. അപ്പൊ അവൻ തന്നെ. ഹിംസെൽഫ്. ഓക്കെ. ഇനി അടുത്തത് ഷീ. ഷീ എന്ന് വെച്ച് കഴിഞ്ഞാല് അവൾ. അപ്പൊ അവൾ തന്നെ എന്ന് പറയുമ്പോൾ എന്ത് വരും? HERSELF. ഹെർസെൽഫ്. ഇനി നമുക്ക് വേറൊന്നും പറയാം. ഇറ്റ്. ഇത് തന്നെ എന്ന് പറയുമ്പോൾ എന്ത് പറയും? ഇറ്റ്സെൽഫ്. അപ്പൊ ഒന്ന് ഓർത്തിരിക്കാം. ഞാൻ ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഐ എന്നുള്ളതിന്റെ മൈസെൽഫ്. വി എന്നുള്ളതിന് അവർസെൽഫ്. യു എന്നുള്ളതിനെ യുവർസെൽഫ്. എന്നുള്ളതിന് ഹിംസെൽഫ്. ഷീ എന്നുള്ളതിന് ഹെർസെൽഫ്. ഇറ്റ് എന്നുള്ളതിന് ഇറ്റ്സെൽഫ്. ഒരെണ്ണം നമുക്ക് പറയാൻ പറ്റുപോയി. ദേ എന്ന് പറഞ്ഞു. ഓക്കെ ഐശ്വര്യ. ദേ എന്ന് വെച്ച് കഴിഞ്ഞാല് അവർ. അപ്പൊ നമുക്കെന്ന് പറയാം themselves. ഓക്കെ. THEMSELVES. അപ്പൊ ഇത് നമുക്ക് പരീക്ഷയ്ക്ക് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. fill in the blanks using the correct reflexive pronoun. ഇതായിരിക്കും പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വരിക. fill in the blanks using correct reflexive pronoun. യെസ്. അപ്പോ ഷീന ടോമി. Yes, sir. Okay, very good. How are you, Sheena? Fine, sir. Very good, very good. What about 2026 beginning?
2026 തുടക്കത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? എങ്ങനെയുണ്ട് ജീവിതത്തിൽ? How is? Beginning is very Very good. very good. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. ലെറ്റ് us be optimistic, അല്ലേ? നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോട് മുന്നോട്ട് പോകാം. ഓക്കെ ഷീന, വെരി ഗുഡ്. അപ്പൊ ഞാനിപ്പോ ചോദ്യം പറയാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം എല്ലാവരും മനസ്സിൽ കണ്ടുപിടിക്കുക. ഷീന പറയണം. എഴുതിക്കോളൂ, എല്ലാവരും എഴുതിക്കോളൂ. ചോദ്യം നമ്പർ ഇതാണ്. ചോദ്യം ഇതാണ്: fill in the blanks using the correct reflexive pronoun. അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ചോദ്യം എഴുതിക്കോളൂ. I see see dash in the mirror MIRR over. ഷീന എഴുതി കഴിഞ്ഞതിന് ശേഷം ഫില്ല് ചെയ്തിട്ട് പറഞ്ഞോളൂ, ആൻസർ പറഞ്ഞോളൂ. Myself. ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. 2 പോയിന്റ് ഷീന കിട്ടിയിരിക്കുന്നു. Thank you, അലീമ, sir. അലീമയോട് അടുത്ത ചോദ്യം കേട്ടോ, ഫില്ല് ചെയ്താൽ മതി. എഴുതിക്കോളൂ. മിസ്റ്റർ വേണു takes care of dash. Mr. Venu takes care of himself, ആണോ? യെസ്, ആണോന്നല്ല, ആണ്. ഡോണ്ട് വറി. യെസ്, ഓക്കെ. അവിടെ അലീമെന്റ്സ് നോക്കി എന്താണ് മിസ്റ്റർ വേണു ആണ് പറഞ്ഞിരിക്കുന്നത്. വേണു എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച പോലെ മാസ്കുലിൻ ആണ്. അപ്പൊ അതുകൊണ്ട് അവിടെ എന്ത് വരും? ഹിംസെൽഫ് വരും. ആ വേണു എന്നുള്ളതിന് പകരം മിസ്സിസ് രമണി എന്നായിരുന്നെങ്കിൽ അവിടെ എന്ത് വരുമായിരുന്നു അലീമ? Herself. ഓക്കെ, അത് നിങ്ങൾ നിങ്ങളുടെ പ്രായോഗിക ബുദ്ധി അനുസരിച്ച് പേര് നോക്കിയിട്ട് തീരുമാനിച്ചോളണം. യെസ്, ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജോമൻ തോമസ് കേട്ടോ. ചോദ്യം ഇതാണ്: യു ഹാവ് ടു suffer suffer dash for your misdeeds MISDEEDS. തെറ്റുകൾ. You have to suffer dash for your misdeeds. Yourself. Yes, correct answer. Okay, Yomane, you also got 2 points. Sir, Ashwati. Yes. Go. Ashwati. Okay. Don't worry. And I will look at it. Yes, okay. But you go. Good. Yes, Ashwati. Okay. Yes. Okay. Ardu. Srikuti. Yes, sir. Next question to you. Okay. I hope you enjoyed enjoyed dash. Myself. I hope you enjoyed dash. എന്താണ് ശ്രീകുട്ടി? Myself. അല്ലേ? ഓക്കെ. താരയോടാണ് ഈ ചോദ്യം ചോദിച്ചത്. താരം എന്ത് പറയും ആൻസർ? Myself. മൈസെൽഫ് എന്ന് പറയും. അച്ചു ഹിംസെൽഫ്. അയ്യോ, വേറെ പഠിക്കാനല്ലേ. ഓക്കെ, സുമയ. തെറ്റിപ്പോയതാ. പറയൂ. I hope you are enjoy yourself. Okay.
ഇവിടെ നിങ്ങൾക്ക് ശ്രീകുട്ടി താര ഒരു ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റി. ഇത്രയും നേരം ഞാൻ പറഞ്ഞ സെന്റൻസിന്റെ എല്ലാം തൊടുക്കമുള്ള വാചകം നോക്കിയിട്ട് സബ്ജക്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വെച്ചു, അത് കറക്റ്റ് സൂട്ടായി. എപ്പോഴും അങ്ങനെ മുകളിൽ നിന്ന് ചക്ക വീഴുമ്പോ മുയല് ചാവണമെന്നില്ല. നമ്മൾ എന്തും കൂടി നോക്കണം, അർത്ഥം കൂടി ഒന്ന് നോക്കണം. അവർ സെൽഫ് ആണോ? നോക്ക് നമുക്ക് സെന്റൻസ് നോക്കാം. അതുകൊണ്ട് ഞാൻ ആ സെന്റൻസിനെ പറയാൻ കാരണം, ഐ ഹോപ്പ്, ഞാൻ പ്രതീക്ഷിക്കുന്നത്, യു എൻജോയ്ഡ്, നിനക്ക് യു എൻജോയ്, നീ ആസ്വദിച്ചു എന്നാണ്. ഞാൻ ഐ എന്ന് പറഞ്ഞതിന്റെ റിഫ്ലക്സീവ് പ്രോനൗൺ മൈസെൽഫ് ആണ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ തന്നെ ആസ്വദിച്ചു എന്ന് പറയുമ്പോൾ എവിടേക്കും ഒരു കല്ല് കടിക്കുന്നില്ലേ അല്ലേ? ശരിക്കും അവിടെ എന്താ പറയാ, നീ തന്നെ ശരിക്കും ആസ്വദിച്ചു എന്ന് കരുതും. ഐ ഹോപ്പ് യു എൻജോയ്ഡ്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കണം, ഐ എന്ന് പറയുന്ന ഒരു വേർഡ് കാണുമ്പോ തന്നെ ചാടിക്കറി മൈസെൽഫ് ഇട്ടേക്കരുത്. ഒന്ന് ചിന്തിച്ചേക്കാം, ഇവൻ കറക്റ്റ് സെന്റൻസ് ആണോ, ഒന്ന് അർത്ഥം കൂടി നോക്കിയേക്കാം. നേരത്തെ പറഞ്ഞ പോലെ ശരിയാവും, പക്ഷെ അങ്ങനെ അല്ലാത്തതും വരുമ്പോ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അടുത്തത് ആദിത്യനോടാണ്. വെരി ഗുഡ്. He enjoyed, INJURED, enjoyed dash in an accident, ACCIDED. He enjoyed, INJURED, enjoyed dash in an accident. പറഞ്ഞോളൂ ആദിത്യ. യുവർ സെൽഫ് ആണോ? ശരിക്കും നോക്ക്, അർത്ഥം നോക്ക്. അതിനകത്ത് ഏതെങ്കിലും വാക്കിന്റെ അർത്ഥം കിട്ടാത്തിണ്ടാന്ന് നോക്കിയാൽ ആദിത്യ. ഇഞ്ചുറി ഞാൻ മുറിവ് പറ്റുക. ആദ്യം എന്താ പറഞ്ഞത് ആദിത്യ? ആദ്യം എന്താ പറഞ്ഞ ആൻസർ? യുവർ സെൽഫ്. അതിന് മുമ്പത്തെ നമ്മൾ യുവർ സെൽഫ് പറയാൻ കാരണം അതിനകത്ത് യു കെടുപ്പുണ്ടായത് കൊണ്ടാണ്. ഇതിനകത്ത് യു എന്ന് പറഞ്ഞ പേടില്ലല്ലോ. ഹി എൻജോയ്ഡ്, അവന് മുറിവ് പറ്റി. ആർക്ക്? അവന് തന്നെ. എവിടെ വെച്ച്? ആക്സിഡന്റ്. ഇവിടുത്തെ ആൻസർ ഹിംസെൽഫ് ആണ്. ഓക്കെ. യെസ്. എ ബേബി. അടുത്തത് സ്വപ്നക്കാണ്. സർ. എ ബേബി cannot feed. Alone to feed, ഭക്ഷണം കഴിക്കുക. FEED. A baby cannot feed dash. A baby alone to feed. Alone അല്ല, cannot. Cannot അല്ലേ? A baby cannot feed. feed dash. Cannot feed dash. Cannot feed. Itself ആണ് സാറേ. വെരി ഗുഡ്. ഇറ്റ്സെൽഫ് തന്നെ വെക്കുമോ എന്നൊക്കെ വിഷമിച്ചിരിക്കുകയായിരുന്നു. എ ബേബി, ഒരു കുട്ടിക്ക് അതിന് തന്നെ ഏറ്റാ. അപ്പൊ ഇറ്റ്സെൽഫ് ആണ് കറക്റ്റ് കേട്ടോ. ഇറ്റ്സെൽഫ്. ബേബി എന്ന് പറയുമ്പോ ഇറ്റ് ക്യാൻ ബി ഹിംസെൽഫും ഹെർസെൽഫും എഴുതിയാല് മിസ്റ്റേക്ക് ആവോ? അത് അല്ല, ബേബി അത് നമുക്ക് ബേബി ഇവിടെ ജെൻഡർ പറഞ്ഞിട്ടില്ല. ഇറ്റ്സെൽഫ് മതി. പിന്നെ സാധാരണഗതി ഇത് വരുന്നത് പക്ഷികളൊക്കെ വരില്ലേ, അങ്ങനെയൊക്കെ വരുന്ന സ്ഥലത്തൊക്കെ ഇറ്റ്സെൽഫ് തന്നെ അടിക്കും. യെസ്. ഓക്കെ. അപ്പൊ വെരി ഗുഡ്. അടുത്ത കാര്യം പറയാം. I dash SAW. So her going to the school. Into the school. I dash saw her going to the school. Aishwarya Selvan.
യെസ്, ഐശ്വര്യ വരുമെന്ന് വിചാരിക്കാം. ഐഷ, യെസ്. രഞ്ജിനി, ആർ യു റെഡി? Yes, sir. പറഞ്ഞോളൂ. I myself saw her going to the school. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഓക്കെ. ഐ മൈസെൽഫ്, കറക്റ്റ് ആൻസർ. ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. യെസ്. അടുത്തത് ഓർമ്മോട് ചെയ്യാം. ദ മിനിസ്റ്റർ ഡാഷ്. ഓക്കെ ഐശ്വര്യ, ഞാൻ വരാം. അടുത്ത ഇതിന്റെ ആൻസർ പറഞ്ഞോളൂ ഐശ്വര്യ. Okay. The minister dash went to the spot of the accident. ഒന്നുകൂടി പറയാം. The minister dash went to the spot of accident. The minister himself. Yes, correct answer. The minister himself. Okay, okay. അപ്പോ ഇത് വളരെ സിമ്പിൾ ആണ്. നമ്മൾ നോക്കിയത് റിഫ്ലക്സീവ് പ്രോനൗണിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. റിഫ്ലക്സീവ് പ്രോനൗണിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഐ എന്നുള്ളതിന്റെ, ഇറ്റ് എന്നുള്ളതിന്റെ, ദേ എന്നുള്ളതിന്റെ അതെല്ലാം നമ്മൾ പറഞ്ഞു. സിമ്പിൾ ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി നമ്മൾ അടുത്ത ഒരു പ്രോനൗണിലേക്ക് കിടക്കുകയാണ്. ഇതുകൂടി നമുക്ക് നോക്കാം. ഇതിനെ പറയുന്ന പേരാണ് relative pronoun. Now we are going to discuss the relative pronoun. നമുക്ക് ആ വേർഡിൽ നിന്ന് തന്നെ നോക്കാം. റിലേഷൻ വേർഡ് എന്താ അർത്ഥം? ബന്ധം. യെസ്. അപ്പൊ ഒന്നിന് വേറൊന്നായിട്ട് എന്തുണ്ട്? റിലേഷൻ ഉണ്ട്. ഓക്കെ, ഓക്കെ. രണ്ട് സെന്റൻസുകളെ തമ്മിൽ യോജിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു വേർഡ് അതിനകത്ത് ഉണ്ടാവും, റിലേഷൻ ഉണ്ടാവും. യെസ്. അപ്പൊ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന പ്രോനൗണിനെയാണ് നമ്മൾ റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. യെസ്. ചെയ്ത് കഴിഞ്ഞു. ചെയ്ത് Yes, sir. Okay, how are you, Sayed? Sanida. Sanida. Okay, okay, okay. I am fine, sir. Okay, 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 okay. അപ്പൊ സരിത, ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. Yes, sir. സാനിത അല്ലേ? ഞാനൊരു മലയാളത്തിലൊരു വാചകം പറയാം, അതിന്റെ ഇംഗ്ലീഷ് ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ സനിത, ഇന്നലെ ഇവിടെ വന്ന ആൺകുട്ടി ഇവനാണ്. ഇന്നലെ ഇവിടെ വന്ന ആൺകുട്ടി ഇവനാണ്. യെസ്. ഒരു സെന്റൻസ് ആയി പറയണേ. എന്ത് സർ? ഇന്നലെ ഇവിടെ വന്ന ആൺകുട്ടി ഇവനാണ്. പേരെന്താ പറഞ്ഞ? സാനിത. സാനിത. പറഞ്ഞോളൂ സാനിത. ഇന്നലെ ഇവിടെ വന്ന ആൺകുട്ടി ഇവനാണ്. പിറ്റേന്ന് ഒരു ആൺകുട്ടി അവിടെ വന്നു. അപ്പൊ അവരെ നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത് ഇന്നലെ ഇവിടെ വന്ന കുട്ടി ഇവനാണ്. Yesterday, Yesterday, a boy came. അതാണ് ഉദ്ദേശിച്ചത്. Yesterday, a boy came. ഓക്കെ, ഇന്നലെ ഒരു ബോയ് വന്നു. യെസ്. ബാക്കി മറ്റു സംഗതി വന്നിട്ടില്ല. ഇന്നലെ ഇവിടെ വന്നതായ കുട്ടി ഇതാണ് എന്ന് പറയുന്നത്. ഓക്കെ സീതെ, സരിത, നോ പ്രോബ്ലം. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്. സാഹിലത്ത്. സാഹിലത്ത്, നമുക്ക് ഇന്നലെ ഇവിടെ വന്ന കുട്ടി ഇവനാകുന്നു. ഇന്നലെ ഇവിടെ വന്ന കുട്ടി ഇവനാകുന്നു. ഇന്നലെ ഇവിടെ വന്നു. ഇന്നും ആ കുട്ടിയെ കണ്ടപ്പോൾ പറയുന്നത് ഇവിടെ വന്ന കുട്ടി ഇവനുണ്ടോ? നോ പ്രോബ്ലം, നോ പ്രോബ്ലം. നൗമി,
യെസ്. ഓക്കെ, അലീമ പറഞ്ഞോളൂ. He is the boy who came yesterday. He is the boy who came yesterday. ഓക്കെ ഓക്കെ, സെന്റൻസ് കറക്റ്റ് ആണ്. അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയാണ്, ഇതിനകത്ത് ഹൂ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ആരുപയോഗിച്ചു? അലീമ. അപ്പോൾ ഈ ഹൂ എന്ന് പറയുന്ന വേർഡ് നമുക്ക് സാധാരണഗതിയിൽ ഹൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് അല്ലെ? എഞ്ചിനെ മ്യൂട്ട് ചെയ്തോളൂ. Okay, okay. ഹൂ എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മൾ ഉപയോഗിച്ചു. ഹൂ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം നമുക്കറിയാം. ആരെ നമുക്ക് ചോദിക്കാറ്, ഹൂ ആർ യു, മനുഷ്യൻ അല്ലെ? ഹൂ ആര്. പക്ഷെ ഈ ആര് എന്നുള്ള അർത്ഥം കൂടാതെ ആയ എന്നുള്ളൊരു അർത്ഥം കൂടി എന്തിനുണ്ട്? ഹൂ എന്ന് പറയുന്ന വേർഡിനുണ്ട്. റിലേറ്റീവ് പ്രോനൗണിൽ ഹൂ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുമ്പോൾ അതിന് ആയ എന്നൊരു അർത്ഥമാണ്. ഇന്നലെ ഇവിടെ വന്നതായ അടാ, ആ ആയ എന്നുള്ള അർത്ഥത്തിൽ എന്താ ഉപയോഗിക്കുന്നത്? ഹൂ ആണ്. നോക്കിയേ, ദിസ് ഈസ് ദ ബോയ്, ഇതാണ് ആ കുട്ടി. ഹൂ കെയും വന്നതായ, ഹൂ കെയും ഹിയർ യെസ്റ്റർഡേ, ഇന്നലെ ഇവിടെ വന്നതായ കുട്ടി ഇതാണ്. ഇതാണ് ആ കുട്ടി, ഫുൾ A+ കിട്ടിയ കുട്ടി ഇതാണ്. അപ്പൊ നമുക്ക് പറയാം, ദിസ് ഈസ് ദ ബോയ് who got full A+ in SSLC examination. അവിടെ ഈ ഹൂ എന്ന് പറയുന്ന വേർഡ് ഇടയിൽ വരുമ്പോൾ നമ്മൾ ആര് എന്നുള്ള അർത്ഥത്തിൽ ചിന്തിക്കരുത്. അതൊരു ആയ എന്നുള്ള അർത്ഥത്തിൽ ചിന്തിച്ചാൽ മതി. ദിസ് ഈസ് ദ ബോയ് ഹൂ കെയിം ഹിയർ യെസ്റ്റർഡേ, ദിസ് ഈസ് ദ ബോയ് ഹൂ ഗോട്ട് ഫുൾ A+. ഓക്കെ ഓക്കെ. ഇനി സേതുലക്ഷ്മി. സേതുലക്ഷ്മി പറഞ്ഞു സാർ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. തലേ ദിവസം വന്നു കഴിഞ്ഞപ്പോഴേ സേതുലക്ഷ്മിയുടെ ഭർത്താവ് കുറച്ച് പച്ചക്കറി വാങ്ങിച്ചിട്ട് വന്നു. പിറ്റേന്ന് കാലത്ത് സേതുലക്ഷ്മി ഭർത്താവിനോട് പറയണം, ഇന്നലെ നിങ്ങൾ കൊണ്ടുവന്ന പച്ചക്കറി മോശമായി. ഇതാണ് പറയുന്നത്, ഇന്നലെ നിങ്ങൾ കൊണ്ടുവന്ന പച്ചക്കറികൾ മോശമായിരുന്നു. പച്ചക്കറി എന്നുള്ളതിന് വെജിറ്റബിൾ എന്ന് ഉപയോഗിക്കാം. കൊണ്ടുവരിക എന്നുള്ളതിന് ബ്രിങ് ആണ്. ബാക്കിയൊക്കെ അറിയാലോ. യെസ് എന്ന് പറഞ്ഞു നോക്കിയേ, ഇന്നലെ നിങ്ങൾ കൊണ്ടുവന്നതായ പച്ചക്കറികൾ മോശമായി. അത് പിറ്റേ ദിവസം ഒന്ന് പറയണം കേട്ടോ. തലേ ദിവസം കൊണ്ടുവന്നാണ് വെച്ചു, പിറ്റേ ദിവസം ഒന്ന് ചെയ്തു ഭർത്താവിനോട് അത് പറയണം. എങ്ങനെ പറയും? ഇല്ല സാർ, ഭർത്താവ് മോശം പച്ചക്കറി കൊണ്ടുവരാറില്ല എന്നാണ് പറയാൻ പോണേ. അല്ല, ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയാമോ? ഇന്നലെ നിങ്ങൾ കൊണ്ടുവന്ന പച്ചക്കറികൾ മോശമായിരുന്നു ഇംഗ്ലീഷിൽ കൊണ്ടുവന്നത് മോശമായിരുന്നു എന്നുള്ളത് അല്ലേ? അതെ, തെറ്റാലും കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ട് പറഞ്ഞു. ഓരോരുത്തരും മനസ്സിൽ പറഞ്ഞു നോക്കട്ടോ. യെസ്റ്റർഡേ ഹസ്ബൻഡ് അല്ല ഹസ്ബൻഡിനോടല്ലേ നമ്മൾ പറയണേ. ഇപ്പൊ പിന്നെ ഹസ്ബൻഡിനെ വിളിക്കണ്ട, താങ്കൾ എന്ന് വിളിച്ചാൽ മതി, യു പറഞ്ഞാൽ മതി. യെസ്, നിങ്ങൾ എന്നായാലും താങ്കൾ എന്നായാലും ഇംഗ്ലീഷിൽ യു എന്നല്ല പറഞ്ഞാൽ മതി. പുള്ളിനോടാണ് ഇത് പറയുന്നത് കേട്ടോ. യെസ്റ്റർഡേ യു കമ്മിങ് ടു വെജിറ്റബിൾ ഇസ് ഡാമേജ്ഡ്. ഓക്കെ, നമുക്ക് കുറച്ചും വിളിക്കാം, ഒന്നുകൂടി ശരിയാവാറുണ്ട്. ഓക്കെ 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 ഓക്കെ. ഷെമി റോജി. ഇന്നലെ നിങ്ങൾ കൊണ്ടുവന്ന പച്ചക്കറികൾ മോശമായിരുന്നു. യെസ്റ്റർഡേ യു ഹു ബ്രിങ് ദ വെജിറ്റബിൾ, അല്ല യു വെക്കണല്ലോ അല്ലെ, യു ബ്രിങ് ദ വെജിറ്റബിൾ. അയ്യോ, ഫോട്ടോ എവിടെ വെക്കുക മനസ്സിലാവണില്ല. അതെ, ആദ്യം പറഞ്ഞു നോക്ക്, തെറ്റിക്കോട്ടെ. ഇന്നലെ കൊണ്ടുവന്നതായ പച്ചപ്പാര് ആയ വന്നു കഴിഞ്ഞപ്പോ അവിടെ ഹൂ വെക്കണമെന്ന് ശരിക്ക് തോന്നി അല്ലേ? അത് എവിടെ കൊണ്ട് വെക്കണം എന്നുള്ള കൺഫ്യൂഷൻ വന്നത്. യെസ്, ഓക്കെ. യെസ്റ്റർഡേ യു ബ്രിങ് അപ്പൊ കൊണ്ടുവന്നില്ലേ, അപ്പൊ ബ്രിങ് എന്നുള്ള പാസ്റ്റൻസ് പറയാം, ബ്രോട്ട്.
യു ബ്രോഡ് വെജിറ്റബിൾസ്. അപ്പൊ ഹൂ വെക്കണ്ടേ? അത് നമുക്ക് ശരിയാക്കാം. അതിൽ തന്നെ നമുക്കൊരു റഫർ വെജിറ്റബിൾസ്. ഓക്കെ, ഇങ്ങനെ പച്ചക്കറികൾ കൊണ്ടുവന്നു. That's ദാറ്റ് ഈസ് വെരി ബാഡ്. അപ്പൊ എന്ത് പറ്റി? ശരി, സംഗതി ഓക്കെയാണ്, പക്ഷെ 2 സെന്റൻസ് ആയി പോയി. യെസ്റ്റർഡേ യു ഗോട്ട് വെജിറ്റബിൾസ്, അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് അടുത്ത സെന്റൻസ് ആണ് ദാറ്റ് കൂടി ആരംഭിച്ചത്. നമുക്കിന് ഒറ്റ സെന്റൻസ് ആക്കണം. ഒരു സെന്റൻസിനകത്ത് ആരാണ്? ഞാനൊന്ന് പറഞ്ഞോക്കട്ടെ. പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ, ഷെന്നിനെ സഹായിക്കാൻ വേണ്ടിട്ട് ഹസീന വന്നിട്ടുണ്ട്. ഹസീന പറഞ്ഞു നോക്കട്ടെ. കറക്റ്റ് ആണോന്ന് അറിയില്ല. പ്രോബ്ലം, ഞാനല്ലേ ഇവിടെ ഇരിക്കുന്നേ, ഞാനല്ല. Yesterday you brought vegetables which were very bad. Which were very bad. Yes. അലീം എന്താണ് പറയാൻ പോയേ? The vegetables you bought yesterday was decayed. Language. Yes. Yeah. Okay. Okay. Decayed. Bad Yesterday was decayed. Okay. Okay. Yes. ഹസീന പറഞ്ഞത് കറക്റ്റ് ആണ്. യെസ്. ഓക്കെ ഓക്കെ. ഓക്കെ, ഇവിടെ ശനി വളരെ നിഷ്കളങ്കയായ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് വളരെ ധൈര്യമായിട്ട് ചിന്തിച്ചു, ഇവിടെ ഒരു ഹൂ ചേർക്കണമല്ലോ, അല്ലെ? ആ ഹൂവി അവിടെ കൊണ്ട് ചേർക്കണം എന്നുള്ള കാര്യം ശനി ചിന്തിച്ചു. ശനി, നമ്മൾ ഇംഗ്ലീഷില് ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമത്തില് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, അറിയാവുന്നവർക്ക് കുഴപ്പമില്ല, ഞാൻ അറിയാൻ പാടില്ലാത്തവരെ സംബന്ധിച്ച് പറയുകയാണ്. നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ വാചകത്തില് നമ്മളൊരു ഹൂ ഉപയോഗിച്ചു. ആ ഹൂ ഉപയോഗിക്കാൻ കാരണം എന്താണ്? ഇന്നലെ വന്നതായ കുട്ടി, അല്ലെ? കുട്ടി എന്ന് പറയുമ്പോ അതൊരു മനുഷ്യനാണ്, ജീവനുണ്ട്. അങ്ങനെ ജീവനുള്ള വസ്തുക്കളെ കുറിച്ച് പറയുമ്പോൾ മാത്രമേ ഹൂ പറയാവൂ. യെസ്, ജീവനില്ലാത്ത വസ്തുക്കളെ കൂടി ആയ എന്നുള്ള അർത്ഥത്തിൽ വിച്ച് ഉപയോഗിക്കണം, അത് മറക്കരുത്. ഓക്കെ, അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഹസീന പറഞ്ഞു. ദ വെജിറ്റബിൾസ്, പച്ചക്കറികൾ, വിച്ച് യു ബ്രോട്ട്, നിങ്ങൾ കൊണ്ടുവന്നതായ പച്ചക്കറികൾ. സാധാരണ ഒരു വിച്ച് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം ഏതെന്നാണ്. വിച്ച് ഇസ് ദാറ്റ്, വിച്ച് ഇസ് യുവർ പെൻ, അല്ല, ഏത് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അർത്ഥം കിട്ടില്ല. ഇവിടെ നിങ്ങൾ എന്ത് ചിന്തിക്കണം? ആയ എന്നുള്ള അർത്ഥത്തിൽ ചിന്തിക്കാൻ. ഞാനിതൊന്നും മലയാളവൽക്കരിച്ച് പറഞ്ഞതല്ല. യെസ്, കൊണ്ടുവന്നതായ. പച്ചക്കറികൾക്ക് ജീവനില്ലാത്ത സാധനമായതുകൊണ്ട് പൂവിന് പകരം അവിടെ എന്ത് ഉപയോഗിക്കണം? വിച്ച് ഉപയോഗിക്കണം. ദ വെജിറ്റബിൾസ് വിച്ച് യു ബ്രോട്ട്, നിങ്ങൾ കൊണ്ടുവന്നതായ പച്ചക്കറികൾ, വേർ വെരി ബാഡ്, അത് വളരെ മോശമായിരുന്നു. അപ്പൊ നിങ്ങൾ ആയ എന്നുള്ള വേർഡ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് ഒരു ജീവനുള്ള വസ്തുവിനെ കൂടിയാണോ ജീവനില്ലാത്ത വസ്തുവിനെ കൂടിയാണോ? ജീവനുള്ള വസ്തുവാണെങ്കിൽ അവിടെ ഹൂ എന്ന് ഉപയോഗിക്കണം, ജീവനില്ലാത്ത വസ്തുവാണെങ്കിൽ അവിടെ എന്ത് ഉപയോഗിക്കണം? വിച്ച് ഉപയോഗിക്കണം. മറക്കരുത്. യെസ് യെസ്. അപ്പൊ പോലെ ശരി. ആരാണ് ചോദിച്ചത്? സർ, the vegetables that you brought ന്ന് വരില്ല, that വരില്ല. യെസ്, ഓക്കെ ഓക്കെ, ഞാൻ അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു. ഈ വിച്ച് വരുന്ന അതേ സ്ഥലത്തൊക്കെ നമുക്ക് എന്തുകൂടി വരാം? ദാറ്റ് കൂടി സൂട്ടാവും. ഞാൻ പറയാൻ വേണ്ടി വരികയായിരുന്നു. യെസ്. പിന്നെ ദാറ്റ് എന്ന് പറയുന്ന വേർഡിന് ഓക്കെ, ഇപ്പൊ അതിന് ചോദിച്ചുകൊണ്ട് ഞാൻ കൂടി കൂട്ടി പറയാം. സാർ, ജീവനുള്ള വസ്തുക്കളെ ജീവനുള്ള വസ്തുക്കളുടെ ആയ എന്നുള്ളതിന് ജീവനില്ലാത്തതിന് വിച്ച്. വിച്ച്. ഓക്കെ ഓക്കെ, അത് മനസ്സിലുണ്ടായാൽ മതി. നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ ഇല്ലാതെ കെടുക്കുന്നത് കൊണ്ടാണ് ചില ഇംഗ്ലീഷ് വാചകം വായിക്കുമ്പോൾ നമ്മുടെ അർത്ഥമായിട്ട് അങ്ങനെ യോജിച്ചു പോകരുത്. നമ്മൾ അവിടെ ഈ നമുക്ക് കൺവെൻഷനൽ ആയിട്ട് പരിചയമുള്ള വാക്കുകളെ വെച്ച് നമ്മൾ അർത്ഥം നോക്കും, അപ്പൊ നമുക്ക് അർത്ഥം പിടികിട്ടില്ല. യെസ്. അപ്പൊ എപ്പോഴും നിങ്ങൾ നോക്കണം, ഈ ഹൂ എന്ന് പറയുന്ന വേർഡും വിച്ച് എന്ന് പറയുന്ന വേർഡും ഒരു ക്വസ്റ്റ്യൻ വേർഡായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഇപ്പൊ ഇങ്ങനെ ആയ എന്നുള്ള അർത്ഥം വന്നില്ലേ, അത് പറയുന്ന പേരാണ് റിലേറ്റീവ് പ്രോനൗൺ. റിലേറ്റീവ് പ്രോനൗൺ ആയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കണം. റിലേറ്റീവ് പ്രോനൗൺ ആയിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ആയ എന്നുള്ള അർത്ഥത്തിൽ എടുക്കണം. ക്വസ്റ്റ്യൻ ആണ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ക്വസ്റ്റ്യൻ വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ വിച്ച് എന്നുള്ളതിന് ഏതും ഹൂ എന്നുള്ളതിന് ആരും എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. യെസ്. അപ്പൊ നേരത്തെ അനു ചോദിച്ചു. യെസ്, അനു എന്നോട് ചോദിക്കാം.
അവൾ പോയി എന്ന് അവൾ പറഞ്ഞു. അവൾ പോയി എന്ന് പറയുമ്പോൾ ഒരു കൂടി ഭംഗിയാക്കാം. അവൾ മദ്രാസിലേക്ക് പോയി എന്ന് അവൾ പറഞ്ഞു. വേണ്ട, ഒന്നുകൂടി മാറ്റി പറയാം. അവൻ മദ്രാസിലേക്ക് പോയി എന്ന് അവൾ പറഞ്ഞു. അപ്പൊ കറക്റ്റായി. അവൾ വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട. അവൾ മദ്രാസിലേക്ക് പോയി എന്ന് അവൻ പറഞ്ഞു. സർ, ആദ്യം അവനാണോ അവളാണോ? ഇഷ്ടമുള്ളത് ചോദിച്ചു, നോ പ്രോബ്ലം. അവൻ മദ്രാസിലേക്ക് പോയി എന്ന് അവൾ പറഞ്ഞു. She said that he went to Madras. Yes. Okay. അവിടെ നോക്കട്ടെ. Yes. മുൻഷിദ്. Yes. മുംതാസ്. പറഞ്ഞോളൂ, ശരിക്കുള്ള പേരെന്താണ്? ഓക്കെ. മുംതാസെ വരാട്ടെ, ഒരു മിനിറ്റ്. അപ്പൊ മുൻഷിദ് ഇതേ വാചകം തന്നെ. അവൾ മദ്രാസിലേക്ക് പോയി എന്ന്. എന്തോ? ഇംഗ്ലീഷ് എനിക്ക് വല്ലാതെ അറിയില്ല. അതിനല്ലേ ഞങ്ങളുള്ളത്. അതിന് ആ ടെൻഷനൊക്കെ ഇങ്ങനെ വിട്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? ഞാൻ പതിക്കെന്ന കയറിയത്. ഇപ്പന്നാലെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. അതിനെ കുറിച്ചൊക്കെ വിട്ടേര്, പ്രോബ്ലം അതൊക്കെ വിട്ടേര്. ഞങ്ങൾ ഇവിടെ ഫുൾ സപ്പോർട്ടാണ്. അല്ലേ അലീമ? അല്ലേ സ്വപ്ന? ഫുൾ സപ്പോർട്ട് ആൾക്കാരല്ലേ? ഓക്കെ. എന്താ ഇവിടെ ക്ലാസ്സിലാണെന്നുള്ള ഫീലിംഗ് പോലും ഇല്ല. നമ്മളിവിടെ ടെൻഷൻ ഫ്രീ ക്ലാസ് ആണ്. അതിനെ കുറിച്ച് മുൻഷിദെ ഡോണ്ട് വറി, പേടിക്കണ്ട കേട്ടോ. ഞങ്ങളൊക്കെ സപ്പോർട്ട് ആയിട്ടുണ്ട്. മുൻഷിദ എവിടെ നിന്നാ വരുന്നത്? മലപ്പുറം. ഇന്നത്തെ ആദ്യമായിട്ടാണ് ക്ലാസ്സിൽ കയറിയിരിക്കുന്നത്? അല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ കയറുന്നു. എന്നിട്ടാണ്. അന്ന് ധൈര്യമായിട്ട് പറഞ്ഞു, തെറ്റിക്കോട്ടെ. പേടിയുണ്ട്. നമുക്ക് കുട്ടികളെ മുന്നിൽ പോയി പഠിപ്പിക്കാനുള്ളതല്ലേ. യെസ്, പേടിക്കും, നോ പ്രോബ്ലം. കുറച്ചാൾ കഴിയുമ്പോ പിന്നീട് വലിയ മികച്ച അധ്യാപകർക്കുള്ള അവാർഡ് കിട്ടിക്കഴിയുമ്പോ അവിടെ നിങ്ങൾ എന്താ പറയാ, പഴയ കാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു എന്ന് പറയുമ്പോ നിങ്ങൾ പറയും, പണ്ട് ഓൺലൈൻ ക്ലാസ്സിൽ വെച്ചാൽ എന്റെ ഭയം മാറി കിട്ടിയെന്ന് പറയും. യെസ്. അപ്പൊ അതിന്റെ ഒരു ഭാഗമാകാൻ ഞങ്ങൾക്ക് സാധിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷം തോന്നും. മുൻഷിദ് പറഞ്ഞു നോക്ക്, തെറ്റണമെന്ന് കിട്ടിക്കോട്ടെ, നോക്കോ. ഞാനൊരു കാര്യം പറയാം, തെറ്റേ പറയാവൂ, ശരി പറയാൻ പാടില്ല. ഇതാണ് കണ്ടീഷൻ. പറഞ്ഞോളൂ മുൻഷിദ്. അവൾ പോയി എന്ന് അവൻ പറഞ്ഞു. അവൾ എന്നുള്ളതിന് ഷി, അവൻ എന്നുള്ളതിന് ഹി, പോയി എന്നുള്ളതിന് വെന്റ്, അല്ലെങ്കിൽ ആയിക്കോട്ടെ വെന്റ്, പറഞ്ഞു എന്നുള്ളതിന് സെഡ് അല്ലെങ്കിൽ ടോൾഡ്, എല്ലാ വാക്കുമായിട്ടുണ്ട്. ഈ സെഡ് അവൻ പറഞ്ഞു. Going to Madras. ഓക്കെ, മതി, അത്രയും മതി. യെസ്, ഇത്രയും മതി. യെസ്, ഓക്കെ. ഇത് പറയാനുള്ള ധൈര്യം കാണിച്ചില്ലേ? അത് മതി. ഓക്കെ. എത്രയോ പ്രാവശ്യം നമ്മള് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴാണ് അത് റെഡിയാണ്. നോ പ്രോബ്ലം. യെസ്, ഓക്കെ. മനസ്സിലായില്ലായിരുന്നു. ഏതാണ് മനസ്സിലാവാതെ പോയെ? പിച്ചാണ്. അതല്ല, കുറച്ച് മുമ്പ് ഐ, ഞാൻ, മൈ സെൽഫ്, വി, ഞങ്ങൾ, അതിലുണ്ടല്ലോ സിയും ഷിയും കഴിഞ്ഞിട്ട് പറഞ്ഞൊരു ഇത് കിട്ടിയില്ലായിരുന്നു എനിക്ക്. എന്താ ആ ചോദ്യം ഒന്ന് വായിക്കാമോ? അതല്ല, ഇപ്പൊ ആദ്യമേ നമുക്ക് ഓരോ ഇത് പറഞ്ഞു തന്നില്ല. ഞാൻ, അതിന്റെ വിപരീതം മൈ സെൽഫ്, അത് രണ്ടും അതാണ് കിട്ടാണ്ടിരുന്നത്. ഞാൻ ഒന്നും കൂടി എല്ലാം ചെയ്തു. ഓക്കെ. ഷീ എന്നുള്ളതിന് ഹിംസെൽഫ്, ഷീ എന്നുള്ളതിന് ഹെർസെൽഫ്, ഐ എന്നുള്ളതിന് മൈസെൽഫ്, യു എന്നുള്ളതിന് യുവർസെൽഫ്, ദേ എന്നുള്ളതിന് ഈ ഒരു ആണിന്റെ പേരാണെങ്കിൽ ഹിംസെൽഫ് ഉപയോഗിക്കുക. പെൺകുട്ടിയുടെ പേരാണെങ്കിൽ അതാണ് കിട്ടാത്തത്. ഏതാണ്? ദേയ്ക്ക് മുന്നേ ഒരെണ്ണം പറഞ്ഞില്ലായിരുന്നാ?
ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അറിയാൻ അല്ലെങ്കിൽ ചോദിച്ചു, ധൈര്യം വേണ്ടി ചോദിച്ചു, ഞാൻ പ്രോബ്ലം. ഓക്കെ, അപ്പൊ ഇവിടെ മുൻഷിദ് അത്രയും പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അന്ന് പറഞ്ഞ കറക്റ്റ് ആണ്. അവൾ പോയി എന്ന് പറഞ്ഞു. ആ എന്ന് എന്നുള്ള വീടില്ലേ, പോയി എന്ന്, ആ എന്ന് എന്നുള്ള വീടിന് പകരം ആ വേർഡിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന വാക്കാണ് ദാറ്റ്. അപ്പൊ ദാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നൊരർത്ഥമുണ്ട്. റിലേറ്റീവ് പ്രോനൗൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ ദാറ്റ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം എന്താണ്? എന്ന്. അവൾ പോയി എന്ന്, കേട്ടോ, അല്ലെങ്കിൽ അവൻ പോയി എന്ന് അവൾ പറഞ്ഞു. അതിന്റെ ഇടയ്ക്ക് ദാറ്റ് കിടക്കണതിന്റെ അർത്ഥം എന്താണ്? എന്ന് അർത്ഥം. യെസ്, ഓക്കെ. അനു, ഈ ദാറ്റ് തന്നെ വിച്ചിന്റെ സ്ഥലത്തും ഉപയോഗിക്കാറുണ്ട്. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് വീണ്ടും വരാം. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ 2 റിലേറ്റീവ് പ്രോനൗൺ ആണ്. ഒന്ന് ഹൂ പറഞ്ഞു, പിന്നെ നമ്മളെന്ത് പറഞ്ഞു? വിച്ച് പറഞ്ഞു. രണ്ടും എവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. വേറൊരു റിലേറ്റീവ് പ്രോനൗൺ ആണ് ഹൂസ്, WHOSE. ഹൂസ്. ഹൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരുടെ. യെസ്, ഹൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരുടെ. ദാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്ന് എന്നുള്ള അർത്ഥത്തിൽ. ഇനി വേറൊരു റിലേറ്റീവ് പ്രോനൗൺ ആണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഹും, WHOM. ഹും. ഹും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആരുടെ. ആരുടെ ആരുടെ എന്നാണെങ്കിൽ ഹൂസ് ആണ്. ആരെ എന്നാണെങ്കിൽ എന്താണ്? ഹും ആണ്. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. ഹൂ ആര്, ഹൂസ് ആരുടെ, ഹും ആരെ, വിച്ച് ഏത്, ദാറ്റ് എന്ന്. ഇതിൽ വിച്ചും ഹൂവും ആയ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, റിലേറ്റീവ് പ്രോനൗൺ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ ഇതിന്റെ പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സെന്റൻസ് കൊടുക്കും. ആ സെന്റൻസ് കൊടുത്തിട്ട് ഇത് ഒരു റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിച്ച് ഒന്ന് ഫില്ല് ചെയ്യാൻ പറഞ്ഞൊരു സെന്റൻസ് വേണം. നിങ്ങൾ എന്ത് ചെയ്യണം? താഴെ കൊടുത്ത് പറയാമോ? യെസ്, റിലേറ്റീവ് പ്രോനൗണിലൂടെ റിലേറ്റീവ് പ്രോനൗണിലൂടെ ഹെഡിങ് ചെയ്ത് ആ റിലേറ്റീവ് പ്രോനൗൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡുകൾ അടിയിലടിയിൽ എഴുതുക. ഹൂ, കോമ, ഹൂസ്, WHOSE, ഹൂസ്, കോമ. ടെക്സ്റ്റ് ബുക്കിൽ 34 പേജ് നമ്പർ അല്ലേ, ഇന്ററഗേറ്റീവ് പ്രൊനൗൺസ് ആണുള്ളത്. ഹൂ, ഹൂസ് ഒക്കെ എടുക്കുന്ന പേജ് വേറെയാണോ? അല്ല, ഞാൻ പറഞ്ഞില്ലേ 9 ടൈപ്പ് പ്രോനൗൺ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഇന്ററഗേഷൻ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം എന്താണ്? ക്വസ്റ്റ്യൻ എന്നാണ്. രണ്ട് സെയിം അല്ല? അല്ല അല്ല, രണ്ട് മോഡലാണ്. യെസ്, നമ്മളിപ്പോ ഞാൻ ഒരു റിലാക്സ് ചെയ്ത്, ഹൂ എന്ന് പറയുന്ന വേർഡ് ഒരു ക്വസ്റ്റ്യൻ വേർഡായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് എന്ത് വരുന്നത്? ഇന്ററഗേറ്റീവ് പ്രോനൗൺ ആയിട്ട് വരുന്നത്. ഓക്കെ, ഹൂ ആർ യു. നേരെ മറിച്ച് ഇവിടെ ഞാൻ പറഞ്ഞത് ഒരു റിലേറ്റീവ് പ്രോനൗൺ ആയിട്ടാണ് പറഞ്ഞത്. റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സെന്റൻസുകളെ തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡാണ്. യെസ്, അപ്പോ തരാം. അതിനടിയിൽ നമ്മൾ ഹൂ എഴുതി, കോമ, ഹൂസ് എന്ന് എഴുതാം. WH എഴുതി, ഹൂസ്, WHOSE, ഹൂസ്, കോമ, ഹും, WHOM, ഹും, കോമ, വിച്ച്, WHICH, വിച്ച്, കോമ, ദാറ്റ്. ഇനിയും ഉണ്ടിട്ട് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റിലേറ്റീവ് പ്രോനൗണിനെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഹൂവുണ്ട്, ഹൂസ് ഉണ്ട്, ഹുമ്മുണ്ട്, വിച്ച് ഉണ്ട്, ദാറ്റ് ഉണ്ട്. നമുക്ക് നോക്കാം. ഹൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേറ്റീവ് പ്രോനൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ആയ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ജീവനുള്ള വസ്തുക്കളുടെ കൂടെ വരുമ്പോഴാണ് അത് ഉപയോഗിക്കുന്നത്. ഹൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ എന്നുള്ള അർത്ഥത്തിലാണ്. ഹും എന്ന് പറയുമ്പോൾ ആരെ എന്നുള്ള അർത്ഥത്തിലാണ്. വിച്ച് എന്നുള്ള വേർഡ് ആയ എന്നുള്ള അർത്ഥത്തിലാണ്. അത് ജീവനില്ലാത്ത വസ്തുക്കളാണ് ഉപയോഗിക്കുമ്പോഴാണ് ഉപയോഗിക്കുന്നത്. ദാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. യെസ്, ഞാനൊരു സെന്റൻസ് പറയാം. എന്ന്. അവൾ പോയി എന്ന് പറഞ്ഞു, നിങ്ങൾ ഉറങ്ങി എന്ന് ഞാൻ അറിഞ്ഞു. അല്ല, ഉറങ്ങി എന്ന് പറയില്ലേ, അവിടെയാണ്. ആയിരുന്നു. യെസ്, ഒരു സെന്റൻസ് ഞാൻ പറയാം, എഴുതിക്കോ.
ചോദ്യം ആരോടാണ്? മുംതാസിനോടാണ്. ദ ബുക്ക് മ്യൂട്ട് ചെയ്തോ, സമയം കൊടുത്തിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ദ ബുക്ക് ഡാഷ് I borrowed BORROWED. I borrowed is very interesting. INTERSTING. അതുകൂടി പറയാം. The book that I borrowed is very interesting. ബോറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടം വാങ്ങുക എന്നാണ്, വായ്പ വാങ്ങുക. യെസ്, വേറൊന്നും അർത്ഥം പറയുമ്പോൾ വാക്കുണ്ടാവില്ല. യെസ്, മുകളിൽ കൊടുത്തിരിക്കുന്ന ആ അത്രയും വാക്കിൽ നിന്ന് അനുയോജ്യമായ ഒരു വാക്ക് ഉപയോഗിച്ച് പൂരിപ്പിക്കും. എന്ത് വരണം? ബുക്ക്. കടം വാങ്ങിയതായ ബുക്ക്, ഒരു വായ്പ മേടിച്ച ബുക്ക്. വെരി ഇൻട്രസ്റ്റിംഗ്. ആണോ? ആലോചിച്ചിട്ട് പറഞ്ഞോ. ആലോചിക്കാം. നിങ്ങൾ നേരത്തെ പറഞ്ഞ നിയമങ്ങളൊക്കെ മനസ്സിൽ വെച്ചൊന്ന് ആലോചിക്കാം. കടം വാങ്ങിയതായ ബുക്ക്. ശരിക്കും ഒന്ന് ആലോചിക്കും. ഇത് റിലാക്സ് ചെയ്യും, ടെൻഷൻ അടിക്കില്ല. ഫ്രീ കണ്ണടച്ചിട്ട് 1 മുതൽ 10 വരെ എണ്ണണം. റിലാക്സ് ചെയ്തു 1, 2 അത് ശാന്തമാവും. യെസ്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് വെച്ച് റിലാക്സ് ചെയ്ത് ചിന്തിക്കും. ഞാൻ പറഞ്ഞൊരു നിയമം ഇവിടെ കറക്റ്റ് ആയിട്ട് സൂട്ടായിട്ട് വരുന്നുണ്ട്. സാറേ ഓക്കെ. ഞാനതാണ് പറഞ്ഞത്. ഞാൻ അതുകൊണ്ടിട്ടാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ, ദാറ്റ് ഐ ബോറോഡ് എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. വിച്ച് ഐ ബോറോഡ് എന്ന് പറഞ്ഞാലും വിച്ച് ഉപയോഗിച്ചാൽ മതി. ഇനി ക്വസ്റ്റ്യനില് നിങ്ങൾക്ക് തരുന്ന മൾട്ടിപ്പിൾ ചോയ്സിന്റെ ആൻസറിൽ വിച്ചും ദാറ്റും ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലത്ത് ഏതെങ്കിലും ഒരു ആൻസർ ഉണ്ടാവുള്ളൂ. കൺഫ്യൂഷൻ വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ആൻസർ ഉണ്ടാവുള്ളൂ. അപ്പൊ പേടിക്കണ്ട. യെസ്, നോക്കിയേ. ദ ബുക്ക്, ആ പുസ്തകം. ഐ ബോറോഡ്, ഞാൻ കടം വാങ്ങിയതായ പുസ്തകം. കണ്ട, പുസ്തകത്തിനല്ലേ അവിടെ കൊടുക്കും, കടം വാങ്ങിയതായ പുസ്തകമല്ലേ. യെസ്, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് പറയാം, പുസ്തകത്തിന് ജീവനില്ലാത്തതുകൊണ്ട് വിച്ച് ഉപയോഗിക്കാം. വിച്ച് ഐ ബോറോഡ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇൻട്രസ്റ്റിംഗ് ആണ്. അടുത്തത് the man dash we met this morning. Is a pilot. ഷീന എന്നോടാണ് ചോദ്യം കേട്ടോ. സാവകാശം ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. പറയാം. ദ മാൻ ഡാഷ് വി മെറ്റ് ദിസ് മോർണിംഗ് ഈസ് എ പൈലറ്റ്. ഇന്ന് രാവിലെ ആരെയാണോ നമ്മൾ കണ്ടത് അദ്ദേഹം ഒരു പൈലറ്റാണ്. യെസ്, അലിമുക്ക് കിട്ടിയല്ലേ? അവിടെ മനസ്സിൽ വെച്ചോട്ടെ, ഞാൻ വരാം. ഷീവ വരട്ടെ. യെസ്, ഷീന കഴിഞ്ഞിട്ട് പറഞ്ഞോളൂ. അതായത് നമുക്ക് അടുത്ത ആളിലേക്കൊക്കെ വരാം. യെസ്, ഷീന പോയാ? യെസ്, ഓക്കെ. ഷീന പറഞ്ഞു. തെറ്റിയാലും ശരിയായാലും ഉത്തരം പറഞ്ഞോളൂ ഷീന. The man whose ആണ് പറഞ്ഞത് അല്ലേ? യെസ്, ഓക്കെ. ഐഷ എന്താ പറയണേ? സർ, ഹൂ ആണ് പറയുന്നത്. യെസ്. അലീന എന്താണ് പറയണേ? പേടിക്കണ്ട. യെസ്, വിളിച്ചത് താങ്കൾ തന്നെയാണ്. ഓക്കെ.
This one is a pilot. ഓ യെസ്, ഹൂ ആണല്ലേ. ഇപ്പൊ ഈ പറഞ്ഞ ഹൂ ഉണ്ട്, ഹൂസ് ഉണ്ട്, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറെ ഏതെങ്കിലും അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ? That Sir, whom ആണോ? Yes. The man whom we met. Morning is a pilot. നോക്കുന്നു അർത്ഥം നോക്കി. The man, ആ മനുഷ്യൻ. എന്ന് പറഞ്ഞാല് ആരെ, എന്ന് പറഞ്ഞാല് ആര്, ആയ. ഇവിടെ ആരെ, ആരെയാണോ വി മെറ്റ് നമ്മൾ കണ്ടത്. മീറ്റ് എന്നുള്ളതിന്റെ പാസ്റ്റ് ആണ് മെറ്റ്. വി മെറ്റ് ദിസ് മോർണിംഗ്, ഇന്ന് രാവിലെ നമ്മൾ ആരെയാണോ കണ്ടത് അയാള് ഇസ് എ പൈലറ്റ്. ദേവന്മാരാണ്, പൈലറ്റ് ആണ്. ഹൂ വരുമ്പോ നോക്കിയേ, ദ മാൻ ഹൂ വി മെറ്റ്. അപ്പൊ എന്റെ അർത്ഥം എന്തായി? ആരെന്ന് മാത്രം വരുന്നത്. ഹുമാണ് കേട്ടോ. ഹും വി മെറ്റ്, ആരെയാണോ കണ്ടത് അയാള്. യെസ്. ഇനി അത് ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അടുത്ത് വേറെ വാചകം പറയാം. നിങ്ങൾ അപ്പം ചിന്തിക്കും. The boy dash is my student got first rank. ഒന്നുകൂടി പറയാം. The boy dash is my student got first rank. യെസ്. ഒന്ന് ശ്രീകുട്ടി, രഞ്ജിനി ഞാൻ പറയാം കേട്ടോ. യെസ്, ശ്രീകുട്ടി പൂരിപ്പിച്ചോളൂ, അത് കഴിഞ്ഞ് ഞാൻ വരാം. ഞാൻ മോർണിംഗ് നിന്ന് ഇങ്ങനെ ഒന്ന് മാത്രമേ ഉള്ളേ. That ആണോ സർ? യെസ്, ദാറ്റ് ആണ് അല്ലേ. ഓക്കെ, താര എന്ത് തോന്നുന്നു? അതിന്റെ മലയാള മീനിങ് ഒന്ന് പറയാമോ? നോക്കിയേ, ദ ബോയ് കുട്ടി, ഡാഷ് ഈസ് മൈ സ്റ്റുഡന്റ് എന്റെ വിദ്യാർത്ഥിയായ കുട്ടി, ഗോട്ട് ഫസ്റ്റ് റാങ്ക് കിട്ടി. രഞ്ജിനിക്ക് എന്ത് തോന്നുന്നു? The boy who is my student get first rank. Yes. അപ്പൊ രഞ്ജിനി ഹൂവിൽ നിൽക്കുകയാണ്. താരെന്ത് പറയുന്നു? ആയ. ഉപയോഗിച്ചല്ലേ? യെസ്, അത് കറക്റ്റ് ആണ്, ശരിയാണ്, കറക്റ്റ്. വെരി ഗുഡ്. ഓക്കെ, ദ ബോയ് ഈസ് മൈ സ്റ്റുഡന്റ് എന്റെ വിദ്യാർത്ഥിയായ ബോയ്. അവിടെ വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ എന്താണ്? ജീവനുള്ള ഒരാളാണ്. ഹൂ ഉപയോഗിച്ചത്. ദ ബോയ് ഹൂ ഈസ് മൈ സ്റ്റുഡന്റ് ഗോട്ട് ഫസ്റ്റ് റാങ്ക്. തീർന്നിട്ടില്ല. ചിലപ്പോൾ കൺഫ്യൂഷൻ ഒക്കെ തോന്നും. ഇനി വീണ്ടും നമ്മൾ അടുത്ത ക്ലാസ്സിൽ കൂടി ചെയ്യും. അപ്പൊ അത് കുറച്ചുകൂടി ഭംഗിയാവും. യെസ്, ഇപ്പൊ ഞാൻ വളരെ എളുപ്പമുള്ള എക്സാമ്പിൾസ് ഒക്കെയാണ് പറഞ്ഞത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഈ റിലേറ്റീവ് പ്രോണൗൺ നമുക്ക് നോക്കാം. യെസ്, ഇനി നിങ്ങൾ റിലേറ്റീവ് പ്രോണൗൺ ഉപയോഗിച്ച് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കണം. അപ്പൊ മറന്നു പോകില്ല. എവിടെയാണ് വിച്ച് ഉപയോഗിക്കേണ്ടത്, എവിടെയാണ് ഹൂ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, യെസ്. സൈനിങ് ഔട്ട് ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ക്ലോസ് ചെയ്യാം. അപ്പൊ മുൻഷിദ, പേടിയൊക്കെ മാറിയില്ലേ? കുറച്ചൊക്കെ മാറി. ഒരു ധൈര്യമൊക്കെ തോന്നുന്നില്ലേ? ഓക്കെ, നമുക്ക് മുന്നോട്ട് പോവാം. ഡോട്ട് പറയും കേട്ടോ. യെസ്, അപ്പൊ ആരും ഇല്ലാത്തതുകൊണ്ട് അപ്പൊ ക്ലോസ് ചെയ്യട്ടെ. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. വി വിൽ മീറ്റ് ഇൻ ദ
Next Thank you, class. sir. Thank you, sir. Thank you, Okay, sir. Thank you, okay, sir. okay, welcome. Thank you, sir. Okay, Thank you, sir. okay.